ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. റിച്ച് ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ലോകത്തിലെ ആദ്യത്തെ ബില്യണയർ അഥവാ കോടീശ്വരൻ ആരെന്ന് അറിയാമോ? അത് ജോൺ ഡി റോക്ക്ഫെല്ലർ ആണ്. പെട്രോളിയം ബിസിനസ്സിലൂടെ ലോകം കീഴടക്കിയ അദ്ദേഹം ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ വാൾമാർട്ട്, ചിക്കൻ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട ചിക്ക്-ഫിൽ-എ, എന്തിനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യ മുഴുവൻ വളർന്ന മുത്തൂറ്റ് ഗ്രൂപ്പും വി-ഗാർഡും MRFും ഒക്കെ നോക്കും. ഇവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ ഒരു പൊതുവായ ഘടകമുണ്ട്. അത് അവരുടെ വിശ്വാസവും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില സാമ്പത്തിക തത്വങ്ങളുമാണ്. ക്രിസ്ത്യാനികൾ ബിസിനസ്സിലും വിദ്യാഭ്യാസത്തിലും മുന്നിട്ട് നിൽക്കുന്നത് വെറും ഭാഗ്യം കൊണ്ടല്ല. അവർ വിശ്വസിക്കുന്ന ചില പ്രാക്ടിക്കൽ നിയമങ്ങളുണ്ട്. ബൈബിൾ എന്ന് കേൾക്കുമ്പോൾ വെറും പ്രാർത്ഥനാ പുസ്തകം എന്ന് കരുതരുത്. ലോകത്തിലെ ഏറ്റവും മികച്ച മണി മാനേജ്മെന്റ് ബുക്ക് കൂടിയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ക്രിസ്ത്യൻ ബിസിനസ് രാജാക്കന്മാർ ഉപയോഗിക്കുന്ന ആ 5 ബൈബിൾ രഹസ്യങ്ങളാണ്. പണം ഉണ്ടാക്കാനും അത് നിലനിർത്താനും ആഗ്രഹിക്കുന്ന ആരും ഇത് കണ്ടിരിക്കണം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിലെ 4ാമത്തെ പോയിന്റ് നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റിമറിക്കും. ആദ്യത്തെ രഹസ്യം ബൈബിളിലെ വളരെ പ്രശസ്തമായ താലന്തുകളുടെ ഉപമയിൽ നിന്നാണ്. പാരബിൾസ് ഓഫ് ദ ടാലൻസ്. കഥ ഇങ്ങനെയാണ്. ഒരു യജമാനന് യാത്ര പോകുമ്പോൾ 3 ജോലിക്കാർക്ക് കുറച്ച് പണം താലന്ത് കൊടുത്തു. 2 പേർ അത് ബിസിനസ് ചെയ്ത് ഇരട്ടിപ്പിച്ചു. എന്നാൽ 3ാമൻ പേടി കാരണം ആ പണം മണ്ണിൽ കുഴിച്ചിട്ടു. തിരിച്ചു വന്ന യജമാനൻ ബിസിനസ് ചെയ്തവരെ അനുഗ്രഹിച്ചു, എന്നാൽ പണം കുഴിച്ചിട്ടവനെ ശകാരിച്ച് പുറത്താക്കി. ഇതൊരു വലിയ സാമ്പത്തിക പാഠമാണ്. പണം വെറുതെ അക്കൗണ്ടിൽ ഇട്ടാൽ പോരാ, അത് റിസ്ക് എടുത്ത് ബിസിനസ്സിലോ നിക്ഷേപങ്ങളിലോ ഇറക്കി ഇരട്ടിപ്പിക്കണം എന്നതാണ് ഇതിന്റെ അർത്ഥം. പണം കുഴിച്ചിടുന്നത് അഥവാ ഉപയോഗിക്കാതെ വെക്കുന്നത് തെറ്റാണ്. നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പോലുള്ളവർ സ്റ്റെബിലൈസറിൽ നിന്ന് തുടങ്ങി അമ്യൂസ്മെന്റ് പാർക്കിലേക്കും വസ്ത്രങ്ങളിലേക്കും ബിസിനസ് വളർത്തിയത് ഈ തത്വം ഉള്ളതുകൊണ്ടാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതല്ല, ഉള്ളതിനെ വളർത്തുക എന്നതാണ് ക്രിസ്ത്യൻ ബിസിനസ് രീതി. രണ്ടാമത്തെ കാര്യം സ്റ്റുവാർഡ്ഷിപ്പ് അഥവാ കാര്യസ്ഥൻ എന്ന ചിന്താഗതിയാണ്. റോക്ക്ഫെല്ലർ ഒരിക്കൽ പറഞ്ഞു, ദൈവം എനിക്ക് പണം തന്നു, ഞാനതിന്റെ കാവൽക്കാരൻ മാത്രം. നോക്കൂ, എത്ര വലിയ ചിന്തയാണിത്. ക്രിസ്ത്യൻ ബിസിനസ്സുകാർ വിശ്വസിക്കുന്നത് ഈ ബിസിനസ്സും പണവും ഒന്നും എന്റേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാനത് നോക്കി നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മാനേജർ മാത്രമാണ്. ഇത് എന്ത് ഗുണം ചെയ്യും? ബിസിനസ്സിൽ ടെൻഷൻ കുറയും, കാരണം ഉടമസ്ഥൻ മുകളിലുള്ള ആളാണ്. നമ്മൾ പണിയെടുത്താൽ മാത്രം മതി. ഈ ചിന്ത ഉള്ളതുകൊണ്ടാണ് ടാറ്റയെ പോലുള്ള ക്രിസ്ത്യൻ അല്ലെങ്കിലും സമാന ചിന്താഗതി ഗ്രൂപ്പുകൾ ട്രസ്റ്റുകൾ വഴി സ്വത്ത് ഭരിക്കുന്നത്. എല്ലാം എന്റേതാണ് എന്ന അഹങ്കാരം ഇല്ലാതിരിക്കാനും പണം നല്ല വഴിക്ക് ചിലവാക്കൂ എന്ന് ഉറപ്പാക്കാനും ഈ കാര്യസ്ഥൻ മൈൻഡ് സെറ്റ് സഹായിക്കും. അടുത്താണ് വരുമാനത്തിന്റെ 10% പള്ളിക്കോ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് സ്ഥലമില്ലാത്ത വണ്ണം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ലോക പ്രശസ്തമായ കോൾഗേറ്റ് പേസ്റ്റ് കമ്പനിയുടെ മുതലാളി വില്യം കോൾഗേറ്റ് തന്റെ ലാഭത്തിന്റെ 10% മുതൽ 50% വരെ ദാനം ചെയ്തിരുന്നു. റോക്ക്ഫെല്ലറും തന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് മരിക്കുന്നത് വരെ ഇത് മുടങ്ങാതെ ചെയ്തിരുന്നു. ഇതൊരു അബാൻഡന്റ് തിയറിയാണ്. അബണ്ടൻസിലേക്കുള്ള തിയറിയാണ്. കൊടുക്കുന്തോറും കൂടിക്കൊണ്ടിരിക്കും, പിശുക്കി വെച്ചാൽ കുറയുകയേ ഉള്ളൂ. മനസ്സ് തുറന്ന് കൊടുക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ തിരിച്ച് സഹായിക്കും. നിങ്ങൾ ക്രിസ്ത്യാനിയാകണമെന്നില്ല, പക്ഷേ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം അർഹിക്കുന്നവർക്ക് കൊടുത്തു നോക്കൂ, മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. 4ാമത്തെ രഹസ്യമാണ് പ്രൊട്ടസ്റ്റന്റ് വർക്ക് എത്തിക്സ്. ബൈബിളിൽ പറയുന്നു, വേല പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ അതിരാവിലെയാണ് ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മിക്ക പരമ്പരാഗത മുസ്ലിം ബിസിനസ്സുകാരും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ഉറങ്ങില്ല. ലോകത്തിലെ ഒട്ടുമിക്ക വിജയശ്രീ ലാളിതരായ സിഇഒമാരും ആപ്പിൾ ടീം കുക്ക് ഉൾപ്പെടെ രാവിലെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഉറങ്ങുമ്പോൾ ഇവർ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. ഉച്ചയാകുമ്പോഴത്തേക്കും പകുതി ജോലിയും തീരും. ഇത് ഈ ഒരു ടൈം മാനേജ്മെന്റ് ആണ് അവരുടെ വിജയത്തിന് മറ്റൊരു കീ. മറ്റൊരു രഹസ്യമാണ് വിശ്വാസ്യത. അൽ അമീൻ. പണ്ട് കാലത്ത് എഴുതപ്പെട്ട കരാറുകൾ ഇല്ലാതെ തന്നെ കോടികളുടെ കച്ചവടം മുസ്ലിം വ്യാപാരികൾ ചെയ്തിരുന്നു. വാക്ക്, അതായത് വാക്കിനെ വിശ്വസിച്ചാണ്. വേർഡ് ഓഫ് മൗത്ത്. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഈ ക്വാളിറ്റിയെ അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ് പറയുക. MA യൂസഫ് അലി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ലോകം നിങ്ങളെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കും. കസ്റ്റമറെ പറ്റിക്കാതെ ഗുണനിലവാരമുള്ള സാധനം കൊടുക്കുക. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതിരിക്കുക. ഇത് ബിസിനസിന്റെ ആയുസ് 100 വർഷം വരെ കൂട്ടും. സുഹൃത്തുക്കളെ, മതം ഏതായാലും ബിസിനസ് തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. ശമ്പളക്കാരനാകാതെ സംരംഭകനാകുക. 2 പലിശയുടെ കെണിയിൽപ്പെടാതെ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാക്കുക. 3 സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് നൽകുക. 4 അതിരാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കുക. 5 വാക്ക് പാലിക്കുക.
ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, മാറ്റം ഉറപ്പാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ്? സക്കാത്താണോ അതോ നോ ഇൻട്രസ്റ്റ് പോളിസിയാണോ? താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ മണി സീക്രട്സ് അറിയാൻ റിച്ച് ബുക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.